ഹലോ ഗൈസ്, ഞാൻ ലക്ഷദ്വീപ് പബ്ലിക് സ്റ്റാറാണ്. ലക്ഷദ്വീപിൽ നിന്നും നീളം കൂടിയൊരു ഡെക്കറേഷൻ കൂടിയാണ്. ഹലോ, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഡെക്കറേഷൻ, കവരത്തിയുടെ ഡെക്കറേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ നാട്. എൻ്റെ നാട്ടിൽ ഒരുപാട് അലങ്കാരമൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് ഈ പോക്കിൽ നമ്മൾ കാണാം. മാക്സിമം എൻ്റെ വീഡിയോ ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യണം, ബെല്ലെന്ന് ആളെന്ന ഓപ്ഷൻ അമർത്താനും മറക്കരുത്. എല്ലാവരും മറന്നുകൊണ്ടൊരു കാര്യമാണ്. ബെല്ലടിച്ചു കഴിഞ്ഞാൽ ആളമർത്താൻ മറന്നു പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിക്കണം. അപ്പോഴാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ എപ്പോഴിട്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. എല്ലാ കൊല്ലവും ഡെക്കറേഷനും റബി ലെവൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇത് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കൊല്ലത്തെക്കാട്ടിയും പവറാക്കി ഉണ്ടാക്കിയൊരു ഡെക്കറേഷനാണ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തുമുണ്ട്. നിങ്ങൾ റോട്ടിലൊക്കെ നടക്കാൻ പോകുമ്പോൾ ഡെക്കറേഷനുള്ള റോട്ടിൽ നിങ്ങൾ നടന്നു പോയി നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. റബി ലെവൽ 1 മുതൽ 12 വരെ ഇവിടെ ഭയങ്കര ഒരു ആഘോഷമാണ്. ഇവിടുത്തെ ആഘോഷം വീഡിയോയിൽ കണ്ടാൽ ഒന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങൾ അടുത്ത റബി ലെവലും മരിച്ചിട്ടില്ലെങ്കിലും ലക്ഷദ്വീപിലെ തലസ്ഥാനമായ ലക്ഷദ്വീപിലെ റബി ലെവൽ നിങ്ങൾ കാണാൻ ശ്രമിക്കണം നേരത്തെ. അപ്പോഴാണ് നിങ്ങൾ ഇവിടുത്തെ അനുഭവമൊക്കെ അറിയാൻ പറ്റും. ഈ ഡെക്കറേഷനൊക്കെ ഉണ്ടാക്കിയ ആളുകളോട് ഞാൻ ചോദിച്ചു, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ എല്ലാ അഭിപ്രായവും നല്ല ഇതുമാണ് ഈ നാട്ടുകാരും പ്രദേശക്കാരൊക്കെ പറയുന്നത്. അടുത്ത റബി ലെവൽ നിങ്ങളുണ്ടെന്നറിയില്ല, ഞാനുണ്ടെന്നറിയില്ല. അതുകൊണ്ട് മറ്റില്ലെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത റബി ലെവൽ ഇതിനെക്കാട്ടി അപ്പുറത്തുള്ള ഡെക്കറേഷനൊക്കെ നമുക്ക് കാണാം. ദ്വീപിൽ സംഘാടകരുണ്ട്, അവരൊക്കെ കൂടി ഉണ്ടാക്കിയ ഡെക്കറേഷനാണ് ഇവിടുത്തെ എല്ലാം. കവരത്തിൽ നിന്ന് ഈ നമ്മൾ കാണാൻ വരാത്തത് ആരും ഉണ്ടാകും. ലൈറ്റൊക്കെ കണ്ടിട്ട് രസിച്ചിട്ട് നമുക്ക് നടന്നു പോകാം. ഈ ഡെക്കറേഷൻ എടുക്കാൻ ഹാർഡാണ്. കൂട്ടായ്മയിലുള്ള പ്രചോദനമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഈ അലങ്കാരത്തിൽ ഒരുപക്ഷം യുവാക്കളുടെ കൂട്ടായ്മയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു ഡെക്കറേഷൻ ഇത്രയ്ക്ക് മനോഹരമാക്കാൻ കാരണമായത്. ഈ ഡെക്കറേഷൻ എത്ര ദിവസം എടുത്തു? ഇതെന്തായാലും ഒരു 10 ദിവസം നീണ്ടു നിന്ന ഒരു വർക്കിലാണ് ഞങ്ങൾ ഈ ഒരു സംരംഭം. ഈ ഡെക്കറേഷൻ എത്ര കോടി എടുത്താണ്? ഡെക്കറേഷൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞ്, ഇതൊരു കൂട്ടായ്മയിലുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് കൂട്ടമായിട്ടുള്ള ഈ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ഇത്രയൊക്കെ മനോഹരമാക്കാൻ സാധിച്ചത്. ഈ ഡെക്കറേഷന് വേണ്ടി ജനങ്ങളുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭാവനകൾ ഒരുപാട് ആൾക്കാർ തേടി വന്ന് തന്നിട്ടുണ്ട്. ദീനുൽ ഇസ്ലാമിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ആയതുകൊണ്ട് ആൾക്കാർ മനസ്സറിഞ്ഞ് തന്ന് സഹായിച്ചതാണ്. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിലായി നിങ്ങൾ കറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് മനോഹരമായ സ്ഥലം ഏതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. ഈ ഡെക്കറേഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ ഇപ്പോൾ കണ്ട കൂട്ടത്തിൽ നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്ത് ഇവിടുത്തെ കുട്ടികൾ വളരെ സജീവമായിട്ട് നബിയുടെ ഈ ദിവസത്തേക്ക് വേണ്ടി പരിഗണിച്ച എന്നാൽ ഏറ്റവും സമൃദ്ധം ഇവിടുത്തെ ഒരു കൂട്ടായ്മയാണ്. അതാണ് നമുക്കിന്ന് ഏറ്റവും വലിയ സന്തോഷം.
കൊടുക്കണ്ടേ? അപ്പോൾ എല്ലാവരും ഞാൻ വീഡിയോ എടുത്ത ഡെക്കറേഷൻ എല്ലാം കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കുത്താനും മറക്കരുത്. പിന്നെ നമ്മളിപ്പോൾ അവസാന സ്റ്റേജിൽ വന്നെത്തി. ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ നിന്ന് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ ഇനിയും ഇടും. ആ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ പരമാവധി കാണാൻ ശ്രമിക്കുക. അതിനെ ബെല്ലെന്ന ഓപ്ഷൻ അമർത്തിക്കാൻ എല്ലാവരും മറന്നുകൊണ്ട കാര്യമാണ്. ബെല്ലെന്ന ഓപ്ഷൻ അമർത്തിക്കഴിഞ്ഞാൽ അവിടെ 3 ക്ലിക്ക് വരും, 3 ബെൽ വരും. അതുകൊണ്ട് കറുത്ത ആളെന്ന ഓപ്ഷൻ അമർത്തുക. അപ്പോൾ അമർത്തിയിട്ട് നിങ്ങൾ മാക്സിമം ഇത് വ്യൂസ് നല്ലോണം കൂട്ടാനും നോക്കുക. അപ്പോൾ ഇതുവരെയും കണ്ട എല്ലാ ഡെക്കറേഷനും നോക്കിയാലും അപ്പോൾ എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തവർ എല്ലാവർക്കും വളരെ നന്ദി. നബിദിന ദിവസം തന്നെയാണ് എല്ലാം കഴിച്ചിട്ടുള്ളത്. റബീഉൽ അവ്വൽ 12-നാണ് എല്ലാം കഴിച്ചിട്ടുള്ളത്. എൻ്റെയും നിങ്ങളുടെ പേരുടെയും കുടുംബക്കാരുടെ പേരുടെയും ആരൊക്കെ ഇത് കാണുന്നു അവർക്കെല്ലാം നബിദിന ആശംസകൾ നേരുന്നു. അപ്പോൾ ഈ ഡെക്കറേഷത്തിന് മുമ്പ് നിന്ന് എല്ലാവർക്കും എൻ്റെ വിധ ആശംസകൾ. പിന്നെ അവർക്ക് അല്ലാഹു ദീർഘായുസ്സ് കൂട്ടിക്കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും.